അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഏറെ മഹത്വമുള്ള ദിനങ്ങളാണ്. പ്രത്യേകിച്ച് ഒറ്റയായ രാത്രികൾ. ഈ രാത്രികളൊക്കെ ഏറെ മഹത്വമായതാണ്. റമളാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവസാന നിമിഷത്തേക്ക് കടക്കും തോറും പ്രതിഫലം ഏറി വരും, പ്രാധാന്യം ഏറി വരും. അതാണ് റമളാന്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇങ്ങനെയുള്ള ഘട്ടം എത്തുമ്പോൾ സത്യവിശ്വാസികളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കൃത്യമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. നമുക്കൊരുപാട് കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കാനുണ്ട്. പക്ഷേ അതിനൊക്കെ മുമ്പ് നമ്മൾ ചെയ്ത പാപത്തിനൊരു മോചനം കിട്ടണം. അപ്പോൾ ആദ്യം നമ്മുടെ പാപങ്ങളാണ് അള്ളാഹു ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും. അപ്പോൾ കൃത്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഇഅ്തികാഫ്, പിന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവായിട്ട് പങ്കുവെക്കുക. റബ്ബിനോട് എത്രത്തോളം ചോദിക്കുന്നോ അള്ളാഹുവിന് അത്രത്തോളം ഇഷ്ടമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് 2-3 പ്രാവശ്യമൊക്കെ ആവർത്തിച്ച് ചോദിച്ചാൽ പിന്നെ ആ ചങ്ങാതി ചൂടാവുമല്ലോ. ഇത് മനുഷ്യന്മാരുടെ ഇടയിലെ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ റബ്ബ് അങ്ങനെയല്ല. അള്ളാഹിനോട് എത്ര പ്രാവശ്യം ചോദിച്ചാലും റബ്ബിന് ദേഷ്യമില്ല, അടിമയോട് കാരുണ്യമാണ്, ഏറെ ഹുബ്ബാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ റബ്ബിനോട് നമ്മൾ ചോദിക്കുക, അതിനുള്ള ദിവസങ്ങളാണ്. പക്ഷെ മതപുരോഹിതന്മാർ അവിടെയും വിലങ്ങുതടിയായി തീരുകയാണ്. മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ച്, തങ്ങന്മാരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് റമളാൻ എത്തുമ്പോൾ ലക്ഷ്യമുണ്ട്. എന്താണ്? സാമ്പത്തികമായിട്ട് പിന്നെ എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കണം, ചൂഷണം ചെയ്യണം, അതിനുള്ള മാർഗങ്ങൾ. അതിലൊന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ബദർ. അത് വെച്ചിട്ട് കുറെ തിന്നു, കുറെ സമ്പാദിച്ചു. ഇനി ഇപ്പോ ഇഅ്തികാഫ് ഇരിക്കേണ്ട ഘട്ടം, അവസാന ഘട്ടത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരിക്കുന്നവരൊക്കെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. എവിടേക്ക്? പാടത്തേക്കും പറമ്പത്തൊക്കെ. ആരാ നേതൃത്വം കൊടുക്കുന്നത്? നമ്മുടെ കുഞ്ഞിക്കോയ തങ്ങള്. അറിയാലോ ആള്, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. കാരണം മൂപ്പര് സമുദ്രത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബദരീകളാണ് എന്നെ രക്ഷപ്പെടുത്തി, ബദരീകളല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ രംഗം നമ്മളൊക്കെ കണ്ടതല്ലേ. ആ തങ്ങന്മാരാണ് ഇപ്പോൾ അവർ നേതൃത്വം കൊടുത്തിട്ട് മഅദിൻ എന്ന് പറഞ്ഞ സ്വലാത്ത് നഗർ, അത് 27 എന്നുള്ള കണക്ക്, അത് 27-ാം രാവിന്റെ അന്നാണ് ഇവർ ഇതൊക്കെ സംഘടിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ പാടത്തേക്ക് കൊണ്ടുപോകണം. അതിലൊരുപാട് സ്ത്രീകളും കുട്ടികളും വയസ്സായവരും പ്രായമൊക്കെ എല്ലാവരും അടിഞ്ഞുകൂടും അവിടെ. കാരണം എന്താണ്? ഇവരൊക്കെ ചിന്തിച്ചത് പിന്നെ ഇതാണ് മതം എന്നാണ് അവരൊക്കെ പ്രതീക്ഷിച്ചത്. അവർ പഠിപ്പിച്ചതും അവർ മനസ്സിലാക്കി വെച്ചതും അങ്ങനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അവിടെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് അവിടെ പൈസ കൊണ്ടു കൊടുക്കുക. സ്വലാത്ത് ചൊല്ലാൻ എന്തിനാ കൂട്ടരെ പൈസ? സ്വലാത്ത് കച്ചവടം ചെയ്യാം, റസൂലുള്ളാഹിനെ ഉപയോഗപ്പെടുത്തുക, പ്രവാചകന്റെ സ്വലാത്ത് വെച്ചിട്ട് അത് ജനങ്ങളിലേക്ക് അത് പ്രചരിപ്പിച്ച് അവരെ കൊണ്ട് ചൊല്ലിപ്പിച്ച്. അടുത്ത കാലത്തൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയിലേക്ക് ലോഡ് കണക്കിന് കയറ്റിയിരുന്നു. പലരും സ്വലാത്ത് ചൊല്ലി ചാക്കിലാക്കി വെച്ചിട്ട് അത് അടിഭാഗം ചെതറി പിടിച്ചിട്ട് കൊടുത്തേക്കാൻ പറ്റാത്ത പ്രയാസം പോലെയാണ് പലരും പറഞ്ഞത്. അപ്പൊ ഞാനൊരിക്കൽ വിളിക്കണ്ടായി. വിളിച്ചപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി കുറെ വെച്ചിട്ടുണ്ട്, അതിപ്പോ എലി മാന്തി തുടങ്ങി എന്നുള്ള ഒരു കോമഡി. കാരണം ഇതൊക്കെ ഇവര് ഈ സമൂഹത്തിൽ പഠിപ്പിക്കുക. സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയിലേക്ക് ചാക്ക് കെട്ട് ലോഡ് കയറ്റുക. എന്തോ ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ ഇത് സ്വലാത്ത് വെച്ച് തിന്നുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുക, ഇബാദത്ത് ചെയ്യുക, അള്ളാഹിനോട് അടുക്കുക, പാപങ്ങളൊക്കെ ഏറ്റുപറയുക. അടുത്ത റമളാനിലേക്ക് ആരൊക്കെ ജീവിച്ചിരിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഈ റമളാനിൽ തന്നെ നമുക്ക് നമ്മുടേതായിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് റബ്ബിനോട് പറയണം. പക്ഷെ അതിന് പകരം ഈ തങ്ങന്മാരടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാനും പ്രവാചകനെ വിളിച്ച് ദുആ ചെയ്യാനും സ്വലാത്ത് ചൊല്ലിക്കാനും അവിടെ പൈസ കൊടുക്കാനും നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. അയാൾ ആ സ്വലാത്ത് നഗറിനെ പറ്റിയുള്ളൊരു കറാമത്ത് പറയുകയാണ്. ഇങ്ങനെയാണ് കുറെ മുസ്ലിയാക്കന്മാരെ, ഇപ്പൊ CM അടവുവിന്റെ കറാമത്ത് പറയാൻ കുറെ ഏജന്റുമാരുണ്ടല്ലോ മുസ്ലിയാക്കന്മാർ. എന്നതുപോലെ ഈ സ്വലാത്ത് നഗറിനെ പറ്റി മഹത്വം പറയാൻ കുറെ ഏജന്റുമാർ ഉണ്ട്. അതിലൊരു ഏജന്റിന്റെ വീഡിയോ ആണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോണത്. അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്ക്. ജനലക്ഷങ്ങൾ മലപ്പുറത്ത് മഅദിൻ സ്വലാത്ത് നഗറിലേക്ക് ഒഴുകാണ്. കാരണം എന്തേ? അവിടെ വലിയ സ്വലാത്ത് മജ്‌ലിസ്, അത്ഭുതകരമായ ഫലമുള്ള സ്വലാത്ത് മജ്‌ലിസ്. ഒരു സ്വലാത്ത് മജ്‌ലിസ്, 27-ാം രാവിന്റെ ഒരു സ്വലാത്ത് മജ്‌ലിസ്. ഞാനന്ന് തിരുവരങ്ങാടി താഴേച്ചനയിലാ നിൽക്കുന്നത്. സ്വലാത്തിന്റെ തലേ ദിവസം എന്റെ നാട്ടുകാരനായ അബ്ബാസ് ഹാജി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 10,000 രൂപ നാളെ തങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കോ?
എന്റെ ശരീരം മൊത്തം വലിയ വേദനയാണ്, ഞാൻ വേദനയിൽ കിടന്ന് പെടയാണ്. അദ്ദേഹം മക്കത്ത് നിന്നാ വിളിക്കുന്നത്, വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്. ഉസ്താദിനോട് ഈ വിവരം പറയലോടെ 10,000 രൂപ നിങ്ങൾ സ്വലാത്തിന് കൊടുക്കോ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. പിറ്റേ ദിവസം സ്വലാത്തിന്റെ അന്ന് രാവിലെ ഞാൻ ഉസ്താദിന്റെ അടുത്ത് ചെന്നു. 10,000 രൂപ ഞാൻ കൊടുത്തു. അബ്ബാസ് എന്ന സഹോദരൻ, എന്റെ നാട്ടുകാരനും അയൽവാസിയും, അദ്ദേഹത്തിന് ശരീരമാസകരം ശക്തമായ വേദനയാണ്, ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാ നിങ്ങളോട് പറയട്ടെ, ആ സ്വലാത്ത് മജ്‌ലിസ് കഴിയുമ്പോ അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വേദന മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പിന്നീട് അങ്ങനെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം, സ്വലാത്ത് ചൊല്ലണം. പക്ഷെ അത് ബിസിനസ് ആക്കാൻ പാടില്ല. പലപ്പോഴും വഹാബികള്, പുത്തംവാദികള്, സ്വലാത്ത് ചെല്ലാത്തവർ, പ്രവാചകനോട് സ്നേഹമില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചെണ്ട കൊട്ടലുണ്ട് മുസ്ലിയാക്കന്മാര്. സ്വലാത്ത് ചൊല്ലണം, നമ്മളെ പ്രവാചകന്റെ പേര് കേട്ട സ്വലാത്ത് ചൊല്ലണം എന്ന് പ്രവാചക പഠിപ്പിച്ചു. ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ് ഇക്കാര്യം. അപ്പൊ ഏറെ ഗൗരവമാണ്. അപ്പോൾ സ്വലാത്ത് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായി ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. അതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ സ്വലാത്ത് ചൊല്ലിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള ചൂഷണം ഉണ്ടല്ലോ, അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല. ഇതുപോലെ ഒരു സ്വലാത്ത് നഗർ ഉണ്ട് എവിടെ? കൂരിക്കുഴിയിൽ, തൃശ്ശൂർ ജില്ലയിലെ കൂരിക്കുഴിയിൽ നടത്തിയിരുന്നു. അത് അമ്പലക്കടവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഒരു സർക്കസ്, ഒരു നാടക ഗ്രൂപ്പിലെ ഒരാളെ വികലാംഗനായി അവിടെ കൊണ്ടുവന്നിട്ട് ആ മജ്‌ലിസിൽ ഇരുത്തി സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഈ വികലാംഗനായ ആൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പിന്നെ അതങ്ങനെ പിടിച്ചു. അപ്പൊ നോക്കുമ്പോൾ എന്താണ്, ഇയാള് സർക്കസിൽ നിന്നോ നാടകത്തിൽ നിന്നോ കൊണ്ടുവന്നാണ്. അങ്ങനെ വിജയിപ്പിക്കുന്നത്. എന്നതുപോലെ ഇപ്പൊ ഈ ചങ്ങായി പറഞ്ഞത് 10,000 രൂപ കൂടെ അയച്ചു കൊടുത്തിക്കാം. എന്തിന്? ഇവർക്ക് തിന്നാൻ, രോഗം മാറാനേ. ഇതാ. അപ്പൊ സ്വലാത്ത് ചൊല്ലാൻ പൈസ ആവശ്യം വരുന്നില്ല. സ്വലാത്ത് എല്ലാവർക്കും ചൊല്ലാം. പക്ഷെ അത് ബിസിനസ് ആക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് അള്ളാഹു റസൂൽ പഠിപ്പിച്ചതല്ല. സലഫ് സ്വാലിഹീങ്ങൾക്ക് അത് മാർഗമല്ല, അങ്ങനെ മാതൃകയല്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ പ്രശ്നത്തിലും പ്രയാസം ദാരിദ്ര്യത്തിലും ജീവിച്ചവരാണ് സ്വഹാബത്തൊക്കെ. എന്നാ പിന്നെ അവർക്കൊരു സ്വലാത്ത് മജ്‌ലിസ് നടത്തിയിട്ട് ദീനാറും ദിർഹം ഒക്കെ അവർക്ക് സമ്പാദിക്കാലോ. പക്ഷെ അതൊന്നും ഇസ്ലാം പഠിപ്പിക്കാത്ത. എന്തുകൊണ്ടോ കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് എല്ലാം വിൽപ്പന ചരക്കാണ്. ഖുർആൻ വിൽപ്പന ചരക്ക്, സ്വലാത്ത് വിൽപ്പന ചരക്കാണ്, ദിക്ർ വിൽപ്പന ചരക്കാണ്. ഇങ്ങനെയെല്ലാം ഇവർക്ക് വിൽക്കാൻ പറ്റാത്തതായിട്ട് ദീനിൽ ഒന്നുമില്ല. എല്ലാം 5 പൈസക്ക് നേട്ടമുണ്ടെങ്കിൽ ഈ മുസ്ലിയാക്കന്മാർ ദീനിനെ മൊത്തം വിറ്റ് തിന്നും. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലണം, അതിന് പൈസ ചെലവില്ല. ഇങ്ങനെയുള്ള ചൂഷണത്തിനൊന്നും ആരും പോയി തലരണ്ട. കാരണം നമ്മുടെ അമലുകൾ പൊളിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നതൊക്കെ. 16 ദിവസം നോമ്പെടുത്ത മനുഷ്യരെ കൊണ്ടുപോയിട്ടാണ് ഈ ബദരീങ്ങൾ ആണ്ടും പറഞ്ഞ് ഷിർക്കിന്റെ വിദ്യത്തിന്റെ ഭക്ഷണം തീറ്റിപ്പ് ഹറാമായി അള്ളാഹു അല്ലാത്തവരെ പേരിൽ അർത്ഥ ഭക്ഷണം തീറ്റിപ്പിച്ച് നോമ്പ് ഫസാദാക്കിയ ചരിത്രം അടുത്ത് കഴിഞ്ഞു പോയുള്ളൂ. എന്നതുപോലെയാണ് അവസാന ഘട്ടത്തിൽ എത്തുന്ന ലൈലത്തുൽ ഖദറിനെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന രാത്രി ഇബാദത്ത് ചെയ്ത് ഇഅ്തികാഫിരിക്കുന്ന സഹോദരങ്ങളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി പാടത്തേക്ക് കൊണ്ടുപോയിട്ട് ചൊല്ലിക്കോ സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കാണുന്നില്ല തങ്ങളെ, എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരണേ തങ്ങളെ, ആരും നബിയോടെ ഇങ്ങനെ വിളിച്ചു പറയാം. അപ്പൊ അതുകൊണ്ട് അവർക്ക് നല്ലൊരു ഫണ്ടാണ്. അപ്പൊ എല്ലാ കൊല്ലം ഇതിങ്ങനെ സ്വലാത്ത് മജ്‌ലിസ് നടത്താ, അതിൽ അവർക്കൊരു ഫണ്ട് അവർ കണ്ടെത്തും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റമദാൻ എത്തുമ്പോൾ ഇവർക്ക് ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട്, ഒരു സാമ്പത്തികമായ സ്രോതസ് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ചെയ്യും. അപ്പോൾ അത് ബുദ്ധിയും ബോധമുള്ള, കൃത്യമായി പ്രവാചകനെ സ്നേഹിക്കുന്ന, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും ഇതേപോലുള്ള തന്ത്രത്തിൽ പെട്ടുപോകണ്ട. ഇങ്ങനെ ഒരുപാട് തങ്ങന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിലാരും പെട്ടുപോകരുതെന്ന് ഒരിക്കലും കൂടി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.